ഫ്രിഡ്ജിലാണോ ഡ്രസ്സ്? ഇതൊരു പഴയ ഒരു ഫ്രിഡ്ജാണ്. അപ്പൊ അതിനകത്ത് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാനിപ്പോ ഡ്രസ്സൊക്കെ കളിക്ക് രാത്രിയിലൊന്നും ആരിലൊക്കെ ഒന്ന് മുട്ടി കഴിഞ്ഞാൽ അപ്പോഴേ തകർന്നെല്ലാം തല വീഴും. കേരളത്തിലെ ടോപ്പ് സ്കോർ വന്ന ബഹുമതിയോട് കൂടിയാണ് ഞാൻ ഞങ്ങൾ ആ ട്രോഫി തിരിച്ചു പിടിക്കുന്നത്. വിനോദ് വിനോദ് ഇവിടെ ഉണ്ട്. എന്തോ പരിപാടി? നമസ്കാരം. ഞങ്ങള് ഇന്നത്തെ കളിയുടെ ഹൈലൈറ്റ്സ് കാണുമായിരുന്നു. ടി വി ഇല്ലേ? ഇല്ല, ടി വി ഇല്ല. ഇപ്പൊ മൊബൈലില്ല. രാത്രിയിലൊക്കെ ഇരുന്ന് ഇതിനകത്തൂടെ ലോകകപ്പ് എല്ലാം കണ്ടോണ്ടിരിക്കുന്നു. അങ്ങനെ റീചാർജ് ആണ്. ചാർജ് ചെയ്ത് എന്തായാലും ഫുട്ബോൾ പ്ലെയർ അല്ലേ. ഇപ്പൊ ഫുട്ബോൾ നമ്മുടെ ബ്ലഡ് അലിഞ്ഞായിക്കൊണ്ട് ഇത് തന്നെ ശരണം. എത്ര ആയാലും നമ്മൾ ചാർജ് ചെയ്തൊരു കളി കണ്ടോണ്ടിരിക്കും. എത്ര രാത്രി ആയാലും. ടി വി ഇവിടെ വാങ്ങിയിട്ടില്ല. ടി വി ഉണ്ടായിരുന്നു, അത് അടിച്ചു പോയതാണ്. രണ്ടാമത് പിന്നെ വീട്ടിലെ സാഹചര്യമായിട്ട് പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ മൊബൈലാണ് ശരണം. പിന്നെ ഞാനാണെങ്കിൽ ഇതിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ എടുത്തിട്ടേക്കും. രാവിലെ ആകുമ്പോൾ അവളെ എഴുതി കാണിക്കും. നമുക്കും ഫുട്ബോളിനോട് ഇച്ചിരി താല്പര്യമൊക്കെ ഉള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വിനോദ് സന്തോഷ് ട്രോഫിയിലല്ലേ കളിച്ചത്? അതെ, ഞാൻ സന്തോഷ് ട്രോഫിയിലാണ് കളിച്ചത്. 2011 ഞാൻ സന്തോഷ് ട്രോഫി കളിച്ചത്. ആദ്യമായി കൊല്ലം ജില്ല 30 വർഷങ്ങൾക്ക് ശേഷം ഫൈനലിസ്റ്റിൽ എത്തുമ്പോൾ ആ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. രണ്ടാമത് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ട്രോഫി 2011 അത് തിരിച്ചു പിടിക്കുമ്പോൾ കേരളത്തിലെ ടോപ്പ് സ്കോർ വന്ന ബഹുമതിയോട് കൂടിയാണ് ഞങ്ങൾ ആ ട്രോഫി തിരിച്ചു പിടിക്കുന്നത്. ആ വർഷമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ സന്തോഷ് ട്രോഫി ടീമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. ആ വർഷം എനിക്ക് കളിക്കാനും സാധിച്ചത്. ഇരിക്കട്ടെ, ആകെ ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കുക. അപ്പൊ എൻ്റെ വീടിന്റെ അവസ്ഥ കണ്ടല്ലേ. അപ്പൊ എല്ലാവരും മൊത്തം പോയിരിക്കുക. വീട് ഫുള്ള് പോയിരിക്കുകയാണ്. നല്ലൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ സൈഡ് ഫുള്ള് ഇളയും, എല്ലാം ചോർന്ന് നടക്കുക. ഇതെന്റെ അച്ഛന്റെ കുടുംബമാണ്. ഞാനിപ്പോ ഇവിടെ ആണ്. ഇപ്പം ഞാൻ ജനിച്ച് വളർന്നത് ഇവിടാണ്. ഈ വീട് തെങ്ങ് പോകാൻ തോന്നുന്നില്ല. ഇന്നത്തെ മഴയിലുള്ള പെയ്ത സംഭവങ്ങളാണ്. ഫുള്ള് വെള്ളമാണ്. ഞങ്ങള് ഇതിനകത്ത് പുറത്തോട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങാറില്ല. ചിലപ്പോൾ എഴുജന്തുക്കൾ അങ്ങനെ കയറിയാലോ എന്നുള്ളൊരു പേടിയാണ്. ഇതൊക്കെ രാത്രിയിലൊന്നും ആരിലൊക്കെ ഒന്ന് മുട്ടി കഴിഞ്ഞാൽ അപ്പോഴേ തകർന്നെല്ലാം തല വീഴും. ആ ഒരു അവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് മോള് ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഫ്രിഡ്ജിലാണോ ഡ്രസ്സ്? ഇതൊരു പഴയ ഒരു ഫ്രിഡ്ജാണ്. അപ്പൊ അതിനകത്ത് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാനിപ്പോ കളിക്കുന്ന ഡ്രസ്സൊക്കെ ഇപ്പൊ ഇതിനകത്ത് സൂക്ഷിക്കാം. അലമാരയൊക്കെ കുറവാണ്. ആകെ ഉള്ള ഈ ഷെഡിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഫുട്ബോൾ ട്രെയിനിങ് ഇപ്പം മുതൽ മോളെ ട്രെയിനിങ്ങിന് ചേർത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് പറ്റാതെ നല്ല രീതിയിൽ കുഞ്ഞിനെ ഒരു നല്ലൊരു കളിക്കാരിയാക്കി മാറ്റണമെന്ന്, ഫുട്ബോൾ പ്ലെയർ ആക്കി മാറ്റണമെന്നൊക്കെ ഉള്ള ചിന്തയിലാണ്. ഈ ജോലിയും കാര്യങ്ങളൊന്നും ഓഫർ ചെയ്തില്ല ആരും? ഒരുപാട് നാൾ കൊണ്ട് ഞാനിപ്പോ ഒരു 14 കൊല്ലം കൊണ്ട് ഞാനിപ്പോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങാൻ ജോലിക്ക്. ഇതുവരെയായിട്ടും ഒരു ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല. അതെന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. രണ്ടാമത് ഈ കൊല്ലം ജില്ലയിൽ ഒരു പട്ടികജാതി ഉൾപ്പെട്ട ഒരു സന്തോഷ് ട്രോഫി കളിച്ച കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഒരു 30 കൊല്ലത്തിന് ഇങ്ങോട്ട് ആദ്യമായിട്ട് കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ഒരു പട്ടികജാതിക്കാരൻ സന്തോഷ് ട്രോഫി കളിക്കുന്ന വെച്ചാൽ ഞാൻ മാത്രമാണ്. പത്തനാപുരം എതിരിച്ച് നോക്കുകയാണെങ്കിൽ പത്തനാപുരത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയായിട്ടും ഒരാൾ പോലും ഒരു സന്തോഷ് ട്രോഫി കളിച്ചിട്ടില്ല. ഒരുപാട് കായിക താരങ്ങൾ വളർന്നു വന്ന ഒരു നാടാണ് നമ്മുടെ പത്തനാപുരം. അപ്പോൾ ഈ കാട്ടുപത്തനാപുരം നാട്ടുപത്തനാപുരമായി മാറിയ കാലം മുതൽ ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ വളർന്നു വന്ന ഈ നാട്ടിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സന്തോഷ് ട്രോഫി കളിച്ച ഏക വ്യക്തി ഞാനാണ്. പക്ഷെ എനിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇതൊരു ജോലി. എന്റെ കൂടെ കളിച്ച കൊല്ലം ജില്ലയിൽ ഞാൻ കളിച്ച വർഷം കൊല്ലം ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു 4 പേര് സന്തോഷ് ട്രോഫി സമീപിച്ചില്ലേ? ഗവൺമെന്റ് സമീപിച്ചില്ലേ? ഒരുപാട് പ്രാവശ്യം അന്ന് ഞാൻ സന്തോഷ് ട്രോഫി കളിച്ച് വന്ന സമയത്ത് നമ്മുടെ ആതിരനെ MLA TV ഗണേഷ് കുമാർ ആയിരുന്നു സ്പോർട്സ് മന്ത്രിയായിട്ടിരുന്നത്. അപ്പോൾ എൻ്റെ ക്ലബിലെ എൻ്റെ എല്ലാ ചേട്ടന്മാരും എല്ലാവരും ഒന്നടങ്കം ഞങ്ങളെല്ലാം കൂടെ എനിക്ക് വേണ്ടി ഒരു നിവേദനം തയ്യാറാക്കി സാറിനെ കൊണ്ട് നേറ്റിക്ക്, സാറെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമുക്കത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞാണ്. അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിന്റെ പുറകിൽ കയറി ഇറങ്ങിയാണ്. ഒന്നും നമുക്കൊരു ഇതായിട്ട് വന്നില്ല. അതിനുശേഷം പിന്നെ ഉള്ള കാലങ്ങളിലൊക്കെ കളിയുടെ പുറകിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു ആ സമയത്ത്. ടൈറ്റാനിയത്തിൽ ഗസ്റ്റ് കളിച്ചിരുന്ന സമയം. ആ സമയത്തെല്ലാം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ നേരെ സെക്രട്ടറിയേറ്റിൽ പോകും. കാരണം നമുക്കൊരു ചെറിയൊരു ഇത് കിട്ടിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട്. പക്ഷെ ഒന്നും ആയില്ല. അന്ന് പിണറായി സർക്കാർ കയറിയ വർഷം കേരള പോലീസിലേക്ക് ഒരുപാട് താരങ്ങളെ നമുക്ക് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളും ഇതുപോലെ അപേക്ഷ അയച്ചിട്ടുണ്ട്. ഞാനും നമ്മുടെ 2-3 സുഹൃത്തുക്കൾ. അപ്പൊ അന്ന് അവര് ഏജിന്റെ ഒരു ഒറ്റ പ്രോബ്ലത്തിലാണ് നമുക്ക് കുറച്ച് പേർക്ക് തരാതെ. കാരണം അന്ന് ഞങ്ങൾ കറണ്ട് സന്തോഷ് ട്രോഫി കളിച്ചിറങ്ങിയപ്പം
അവർക്ക് 23 വയസ്സ്, അതായത് ടീമിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ഇത് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ അതേപോലെ തന്നെ SBIയിലും അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ജോലി ചെയ്യുന്നത്? ഇപ്പം ഞാൻ കുറച്ച് പിള്ളേർക്ക്, കുറെ കൊച്ചു പിള്ളേർക്ക് കുറച്ച് ഫുട്ബോളിന്റെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ഇവിടെ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഗ്രാം സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കട നടക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടന്റെ കടയിൽ കുറച്ച് സെയിൽസ്മാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഈ ക്യാമ്പ് ഇതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം കടയിൽ നിന്ന് കുറച്ചേരെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ ആകെ ഉള്ളൊരു വരുമാനം എന്ന് പറയുന്നത് ഈ സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള ക്യാമ്പിന് വിളിക്കുമ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ. അല്ലാതെ ഇപ്പോൾ യാതൊരു വരുമാനമില്ല. നമുക്കിപ്പോൾ കറങ്ങുന്ന കസേരക്കകത്തിരുന്നോ AC റൂമിനകത്തിരുന്നോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഒരു പീവർ പോസ്റ്റ് ആയാലും നമുക്ക് അത് സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം നമ്മൾ ഇത്രയും കളിച്ചതിന് നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്നുള്ളതാണ് ഞാൻ അതിന് ഏറ്റവും കൂടുതലും കാണുന്നത്. നമുക്ക് അതാണ് ഏറ്റവും വേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഒരു ക്യാമ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു കുട്ടികളോട് നമ്മൾ കളിയിലൂടെ എന്തായി തീരണം, ഏതായി തീരണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന രീതിയിൽ വന്നാലേ നിനക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ വന്ന ഒരാളായിരിക്കണം. പക്ഷെ നമ്മളിപ്പോൾ ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയാറില്ല. പറയുമ്പോൾ പോലും നമ്മളത് വേറെ നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞ് അവരെയാണ് ആ ഒരു ഇതായിട്ട് നിർത്തി നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ക്യാമ്പും കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് എൻ്റെ വൈഫ്, ഇത് മോള്. എൻ്റെ വൈഫിന് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ ചെയ്ത സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ചെറിയ ജോലിയുണ്ട്. ഇപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വരുമാനം. ഇതും പിന്നെ ഈ ക്യാമ്പിന് കിട്ടുന്ന ഇതൊക്കെയാണ് ഞങ്ങളുടെ വരുമാനം. അല്ലാതെ നമുക്കൊരു വരുമാനമില്ല. ഈ വരുമാനം ഒരു കൊച്ചു രാവിലെ പോണോ? ഈ ഒരു ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു കൊച്ചൊരു ജോലിയോടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇച്ചിരൂടെ നല്ല രീതിയിൽ വന്നേനെ. ഫൈനലിൽ ആര് വരും? ലോകകപ്പ് ഫൈനലില് ഇപ്പോഴത്തെ പോരാട്ടത്തിൽ ഒരു ടീമിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റാത്ത ടീമുകളാണ്. കാരണം എല്ലാം എന്താ പറയാ, ഭാഗ്യം കൊണ്ട് കയറി വരുന്ന ടീമുകളല്ല. എല്ലാത്തിനകത്തും പിള്ളേർ സെറ്റാണ് കളിക്കുന്നത്. അവരെല്ലാം നല്ലപോലെ വാശിയോടെ നല്ല ഉശിരോട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. പിന്നെ അർജന്റീനയെ സംബന്ധിച്ച് പറയുന്നത് അതൊരു ടീം വർക്കാണ്. അത് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് കളിക്കുന്ന ഒരു കളിയാണ്. മെസ്സി എന്ന് പറഞ്ഞ ഒരു മാന്ത്രികനെ മാത്രം. അവർക്ക് ഏതൊരു പ്ലെയറിന്റെ കൈ കിട്ടിയാലും മെസ്സിയുടെ കാലയിൽ ബോൾ എത്തിച്ചാൽ അതൊരു സ്കോർ ചെയ്യുമെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരാളെ മാത്രം മുൻനിർത്തിയാണ് അവർ കളിക്കുന്നത്. ബാക്കിയുള്ള ടീമുകളെല്ലാം ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ടീമുകളാണ്. ഓരോ പ്ലെയേഴ്സും അവരുടേതായ ശൈലിയിലുള്ള കളികളാണ്. പക്ഷെ തിരിച്ച് ഈ ഫ്രാൻസിനെ പറ്റി പറഞ്ഞാൽ, ഫ്രാൻസ് ആണെങ്കിൽ ഏറ്റവും നല്ല ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീം എന്ന് പറയുന്നത് ഫ്രാൻസാണ്. കാരണം അവരുടെ ഒത്തൊരുമയെന്ന് വെച്ചാൽ അതേപോലെ ഡിഫൻസ് ഒക്കെ ആണെങ്കിൽ ഒന്നും പറയാനേ ഇല്ല. സെന്ററൊക്കെ ആണെങ്കിൽ അവര് എന്താ പറയാ, ജെറ്റ് പോലാണ് അവർ പോകുന്നത്. അവരുടെ സ്ട്രൈക്കർമാരാണല്ലോ എംബാബെ, അത് പറയേണ്ട ആവശ്യമില്ല, കാലെ കൊണ്ട് കൊടുത്താൽ മതി, അത് അവൻ നെറ്റൊക്കെ അവൻ തുളച്ചോളും. ഇപ്പൊ ഇന്നലത്തെ തന്നെ സെമിയിൽ തന്നെ ഒരു പെനാൽറ്റി നഷ്ടപ്പെട്ടു, അടുത്ത സെക്കൻഡിൽ തന്നെ അടുത്ത ഗോള് കിട്ടു, അതിനുള്ള പ്രതിവിധി അവൻ കണ്ടു കഴിഞ്ഞു. അതേപോലെ ഇന്നത്തെ കളിയിലും ഭയങ്കര പാടാണ്. ബെൽജിയവും ഇംഗ്ലണ്ടും അവരും തമ്മിൽ നല്ല കട്ടക്ക് കളിക്കുന്ന ടീമാണ്. പിന്നെ ആവേശമായിരിക്കും. നല്ല ടീമാണ്. കാരണം അവര് ഇതുവരെയായിട്ട് ആകെ വഴങ്ങിയത് 2 ഗോളാണ് സ്പെയിൻ. അപ്പൊ തിരിച്ചടികൾക്ക് എപ്പോ വേണേലും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ആര് ഫൈനലിൽ വരും, ആര് പുറത്താവുന്നൊന്നും പറയാൻ പറ്റില്ല.